കൊടുക്കരുത്. അള്ളാന്റെ കോടതിയിൽ നിന്നെ പിടിക്കും കേട്ടോ. ഞാൻ വലിയ 40 ഹജ്ജ് ചെയ്ത ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായവരാരോ അവർക്കാണ് ആനുകൂല്യം കേട്ടോ. ദുനിയാവിലെ പണം കൊടുക്കുന്നതിന് മാനദണ്ഡമില്ല. ഇവിടെ കള്ളുകുടിയന്മാർക്ക് കൊട്ടാരമുണ്ട്, അള്ളാഹ്ക്ക് അവരോട് തൃപ്തിയുള്ളത് കൊണ്ടല്ല, ദുനിയാവിനോട് അള്ളാഹ്ക്ക് വിലയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മോനെ, നീ ദുനിയാവിന്റെ വഞ്ചനയിൽ പെടണ്ട. ചെറുപ്പക്കാര്, തെരുവിലേക്ക് ഇറങ്ങിയ മുഴുവനും ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്, വഞ്ചിക്കപ്പെടണ്ട. സ്വർഗമെന്ന മഹത്തായ കൊട്ടാരമുണ്ട്. അതാണ് മേറാജിന്റെ രാത്രിയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങുമ്പോ കസ്തൂരിയുടെ ഗന്ധം വരുന്നു. മിൻ ഐന ഹാദാ യാ ജിബ്രീൽ, ഇതെവിടെന്നാണ് ജിബ്രീൽ? അത് നബിയേ, സ്വർഗത്തിന്റെ വാസനയാണ് നബിയേ. അടുത്തൊരു താഴ്വരയിലേക്ക് ചെല്ലുമ്പോ ദുർഗന്ധം വരുന്നുണ്ട്. ഇതെവിടുന്നാണ് ജിബ്രീൽ? അത് നരകത്തിന്റെ ദുർഗന്ധമാണ് നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ടും അറിഞ്ഞിട്ട് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കള്ളുകുടിയിലേക്ക് പോകണ്ട, സിനിമ കണ്ട് നേരം കളയണ്ട. അന്യ പെണ്ണിനോട് അകലം സൂക്ഷിക്കാൻ അല്ല പറഞ്ഞതാണ്, നീ സൂക്ഷിച്ചു ജീവിച്ചോ. പലിശ അല്ല വിലക്കിയതാണ്, തൊടാതെ കാത്തുരക്ഷിച്ചോ. വലിയ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുള്ള കാലമാണ്, സ്വയം സഹായ സംഘങ്ങൾ വരുന്ന കാലമാണ്, RMP പോലെയുള്ള ചതിക്കുഴികളുള്ള ചെയിൻ ബിസിനസ് വരുന്ന കാലമാണ്, DXN പോലെയുള്ള പൂഴ്ത്തിവെപ്പ് ബിസിനസ് വരുന്ന കാലമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള 50-ൽ പരം നിക്ഷേപങ്ങളുള്ള മുഴുവൻ നിക്ഷേപ മേഖലകളിലും 50% പലിശയാകണമെന്ന് റിസർവ് ബാങ്കിന്റെ നിയമമാണ്. അതിൽ നീ ഷെയർ എടുക്കണ്ട, അതിൽ നീ വഞ്ചിക്കപ്പെടണ്ട. നിനക്ക് ഇവിടെ കൊട്ടാരം പണിഞ്ഞാൽ ആഖിറത്തിൽ കൊട്ടാരമില്ല. ഹലാലല്ലാത്തത് കൊണ്ട് നീ വലിയ മാളിക പണിതാൽ സ്വർഗത്തിൽ നിനക്ക് വീടില്ല. അതുകൊണ്ട് നിങ്ങൾ സാബിഖൂ ഇലൽ ഖൈറാത്ത്. മോനെ, മരണം എപ്പോഴാണെന്നറിയില്ല. ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരന്റെ തലയിൽ പഴുത്ത ചക്ക വീണിട്ട് മുഖം മൂടി മരിക്കുന്നു. അള്ളാന്റെ ഖളാഇന്റെ കൃത്യത നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? വഴിയരികിലൂടെ പോകുന്ന സൈക്കിൾ യാത്രക്കാരന്റെ തലയിൽ റോഡരികിൽ നിൽക്കുന്ന തെങ്ങുമറിഞ്ഞു വീണ് തലയിൽ തന്നെ വീണ് മരിക്കുന്നു. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. വരതെറ്റാതെ നിരതെറ്റാതെ അള്ളാന്റെ ഖളാഇ വരുന്നുണ്ട്. അതുകൊണ്ട് മോനെ, എല്ലാ വയസ്സുകാരും മരിക്കുന്നവരാണ്. ഖബർസ്ഥാനിലേക്കൊന്ന് പോയി നോക്ക്. 6 മാസമായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 1 വയസ്സായ കുട്ടിയുടെ ഖബറുണ്ട്, 2 വയസ്സായ കുഞ്ഞിന്റെ ഖബറുണ്ട്, 100 വയസ്സായ ഉമ്മാന്റെ ഖബറുണ്ട്. അങ്ങനെ എല്ലാ വയസ്സുകാരും ഉള്ളതാണ് ഖബർസ്ഥാൻ കേട്ടോ. അതുകൊണ്ട് താൽക്കാലികമായ ഈ ദുനിയാവിൽ പളപളപ്പിന്റെ പേരിൽ ആഖിറത്തെ മറക്കണ്ട. എല്ലായിടത്തുനിന്നും ദുനിയാവ് വിളിക്കുന്ന കാലമാണ്, അണിഞ്ഞൊരുങ്ങി ആട്ടി വിളിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടണ്ട. വഖാലിഫിൻ നഫ്സ വശൈത്താന വസീമാ ഫഇൻഹുമാ മഹലാ കന്നസഹ ഫത്തഹിമീ. മോനെ, നിന്റെ ദേഹേച്ഛ, പെങ്ങളെ, നിന്റെ ദേഹത്തിന്റെ വികാരം, അതും പിശാചും നിന്നെ ഇങ്ങനെ മാടി മാടി വിളിച്ചാൽ അതെത്ര വലിയ നല്ല ഉപദേശമാണെങ്കിലും അത് നിന്നെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഉപദേശമാണ്. പെട്ടുപോകണ്ട. പൊന്നു പെങ്ങളെ, നിന്റെ വസ്ത്രം അവിടുന്ന് ഇന്ത്യൻ ഭൂപടം വരച്ചിട്ട് കാശ്മീരും കേരളവും അടയാളപ്പെടുത്താൻ പറയും പോലെ നിന്റെ അവയവങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റുന്ന വസ്ത്രം ധരിക്കണ്ട.
നീ അവിടുന്ന് അള്ളാഹുവിനെ ഓർത്ത് നിന്റെ അവയവങ്ങൾ നീ മറക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് ജീവിക്കണം. വാപ്പാമാർക്കൊക്കെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? +2 റിസൾട്ട് വന്നു, SSLCയുടെ റിസൾട്ട് വന്നു, എന്റെ മകൾക്ക് എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്ന എല്ലാ വാപ്പാമാരും പഠിച്ചുപോയി, വയസ്സന്മാരും പഠിച്ചുപോയി. എന്നാൽ 13ാമത്തെ വയസ്സിൽ എന്റെ മകള് പ്രായപൂർത്തിയായി. പിന്നെ SSLC വരെ അവൾ 2 കൊല്ലം സ്കൂളിൽ പഠിച്ചു. എന്റെ മകൾക്ക് നിസ്കാരം ളുഹർ കിട്ടിയോ? അസർ അവള് നിസ്കരിച്ചോ? മഗ്രിബിന് അവള് നിസ്കരിച്ചോ? ഖബറിലേക്ക് ചെല്ലുമ്പോ ഇംഗ്ലീഷിന് A+ കിട്ടിയോ എന്നല്ല ചോദിക്കുക, നിസ്കാരത്തിന് A+ ഉണ്ടോ എന്നുള്ള ഖബറിൽ ചോദിക്കും കേട്ടോ. അതെന്റെ മകൾക്ക് കിട്ടിയോ ഇല്ലയോന്ന് ഏതെങ്കിലും വാപ്പാമാർക്ക് ഇതുവരെ തലവേദന ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിന്റെ മുന്നോടിയാണ്. ഒരൊറ്റ ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ഇമാമുകളും ആഖിറത്തെ ഓർത്ത് കരഞ്ഞവരാണ്, എല്ലാ സാലിഹീങ്ങളും അതോർത്ത് കരഞ്ഞവരാണ്. അതിന്റെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാമു സാഹിദീൻ വ ഇമാമുൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഒന്നെന്റെ സഹോദരങ്ങൾ അല്പസമയം ഒന്ന് എഴുന്നേറ്റു നിന്നാൽ അതൊന്ന് ബറക്കത്തിന് പറഞ്ഞ് മിഅ്റാജിന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്ന രാത്രിയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളെയാണ് മിഅ്റാജിന്റെ നോമ്പ്, അപ്പൊ ഇന്ന് മിഅ്റാജിന്റെ രാവാണ്. അപ്പോഴോ നമുക്കൊന്ന് ദ്വാരക്കാമല്ലോ. അറിയുമോ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് അവിടുന്ന് രാത്രി പരയുടെ മച്ചിന്റെ മുകളിൽ കയറിയിട്ട് രാവിലെ വരെ ഇബാദത്തിലാണ്. ആ ഇമാമുൽ ആലം തങ്ങളങ്ങ് വഫാത്തായതിന്റെ പിറ്റേന്ന് അയലത്ത് വീട്ടിലെ കുട്ടിയുടെ ചോദ്യം, ഉമ്മാ ആ വീട്ടിന്റെ മേലെ രാത്രി ഒരു തൂണ് കാണാറുണ്ടല്ലോ, ആ തൂണ് കാണുന്നില്ലല്ലോ. മോനെ അത് തൂണല്ല, അതിമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെന്ന നമ്മളുടെ അയൽവാസിയായ പണ്ഡിതനായിരുന്നു മോനെ. രാത്രി നിന്ന് നിസ്കരിച്ചതാണ് മോനെ, ഇപ്പൊ ഖബറിലാണ് മോനെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ പറഞ്ഞൊരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് മൗലായ ചൊല്ലി ദ്വാരക്കാമല്ലോ. എന്താണെന്നറിയുമോ? അതാ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മുഅദ്ദിൻ സാഹിബ് പള്ളിയിൽ നിന്ന് പോകാൻ നേരം ഇമാമുൽ ആലം തങ്ങളോട് പറഞ്ഞു, തങ്ങള് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഈ വിളക്കെടുത്തങ്ങ് മാറ്റിയേക്കണേ. ഖൈറാത്തുൽ ഹിസാൻ എന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിലെ പരാമർശങ്ങളും. അതുപോലെ അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, വിളക്കെടുത്തൊന്ന് മാറ്റിവെക്കണേ. ഉടനെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ എഴുന്നേറ്റ് നിന്നങ്ങ് കൈകെട്ടിയിട്ട് ഖുർആനിലെ ആഖിറത്തെ കുറിച്ചുള്ള ഒരായത്തങ്ങ് ഓതുമ്പോ പിന്നെ അവിടുന്ന് ആയത്തിനെ ഓർത്ത് കരയാൻ തുടങ്ങി. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ തുടങ്ങിയുള്ള ആഖിറത്തിന്റെയും പരലോകത്തിന്റെയും ആയത്തങ്ങ് പാരായണം ചെയ്ത് കരയുന്നു. അല്ലാഹുവിനോട് റഹ്മത്തിനെ തേടുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. തേടി തേടി കരയുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് നിന്ന് അവസാനം സുബഹിയുടെ വാങ്ക് കൊടുക്കാൻ മൊല്ലാക്ക വീട്ടിൽ നിന്ന് വന്നിട്ട് അതാ വിളക്കെടുക്കാൻ നേരം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, ക്ഷമിക്കണം കേട്ടോ, ഞാൻ വിളക്കെടുത്തു വെച്ചേക്കാം, നിങ്ങൾ പൊയ്ക്കോ. ഉടനെ പറയുന്നു, അബൂ ഹനീഫ തങ്ങളെ സമയം എത്രയായെന്നറിയുമോ? സുബഹിയുടെ വാങ്ക് കൊടുക്കാനായി കേട്ടോ.
ഇതുപോലെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കിഷ്ടമുള്ള സീരിയൽ മുഴുവനും കണ്ടിട്ട് കഴിയില്ല. അതുകൊണ്ട് അതിൽ വഞ്ചിക്കപ്പെടണ്ട. ഉള്ള പെണ്ണുങ്ങളോട് മുഴുവനും ഇടകലർന്നിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ നിന്റെ നഫ്സിനെ സൂക്ഷിക്കണം. ഉള്ള തോന്നിവാസം മുഴുവനും ചെയ്തിട്ട് കഴിയില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ താഴത്തിലേക്ക് വരണം. മോനെ, ദുനിയാവ് വല്ലാത്ത വഞ്ചനയുടെ കാലമാണ്. എന്തൊക്കെ കണ്ടാൽ ജീവിക്കേണ്ട കാലമാണ്. ഹലാലേത് ഹറാമെന്ന് തിരിയാത്ത മുതശാബിഹാത്തിന്റെ കാലമാണ്. ഉമ്മമാരെ വ്യഭിചരിക്കുന്ന മക്കളുള്ള കാലമാണ്. അങ്ങനെ വല്ലാത്ത ഈ ആഖിർ സമാനിൽ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുമ്പോ സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധം വേണം. അവ നിങ്ങളുടെ പണം കൊണ്ട് രക്ഷപ്പെടില്ലെന്ന ബോധ്യം